ഹലോ, ഗുഡ് മോർണിംഗ്. ഞാൻ ഇന്നെൻ്റെ ഡെയിലി റുട്ടീനിലുള്ള വെയ്റ്റ് ലോസ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഞാൻ ഫസ്റ്റ് എല്ലാ ദിവസവും തന്നെ ഞാൻ രാവിലെ ഈ ഒരു കാര്യം ചെയ്യാറുണ്ട്. ഇതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. നമ്മുടെ ഫേസൊക്കെ ഡള്ളായിട്ടിരിക്കും. ഇപ്പം ഞാൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളൊക്കെ വീട്ടമ്മമാരാണേ. അപ്പോൾ വീട്ടമ്മമാരാകുമ്പോൾ നമുക്ക് ഒരുപാട് ജോലികളുണ്ടാവും. മക്കളെ സ്കൂളിൽ വിട്ടതിന് ശേഷമൊക്കെ കിട്ടുന്ന ടൈമിലേക്ക് നമുക്കിതൊക്കെ ചെയ്യാനുള്ള സമയം കിട്ടുള്ളൂ. അപ്പം ഞാൻ അങ്ങനെയാണ് മോർണിംഗിലും നൈറ്റിലും ഞാനിങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടാൻ അടിച്ചിരിക്കുകയാണ് കേട്ടോ ഫേസ് എല്ലാം. അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു ഫേസ് വാഷ് ചെയ്തതിന് ശേഷം മോയ്സ്ചറൈസർ ഇട്ടിട്ട് ഒന്ന് ഫേസ് മസാജ് ചെയ്യും കേട്ടോ. എല്ലാ ദിവസവും ഞാൻ ചെയ്യുന്നതാണ് ഇങ്ങനെ. നമ്മൾ ഈ ഫേസ് മസാജ് ചെയ്യുമ്പോൾ ഒരു ഗുണം കൂടിയുണ്ട് കേട്ടോ. നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മുഖത്തെ ചുളിവുകൾ മാറാനും മുഖം സ്ലിം ആയി കിട്ടാനും ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഫേസ് മസാജ് ചെയ്യുമ്പോൾ നമ്മൾ ശരിയായ രീതിയിൽ തന്നെ ചെയ്യണം കേട്ടോ. അത് നിങ്ങൾ യൂട്യൂബിലോ ഗൂഗിളിലോ ഒക്കെ സെർച്ച് ചെയ്തിട്ട് ചെയ്താൽ മതി കേട്ടോ. അതാകുമ്പോൾ നമുക്ക് കറക്റ്റായിട്ടുള്ള ഒരു ആ രീതിക്ക് കിട്ടിയാൽ അവിടുത്തെ ഫാറ്റ് കുറഞ്ഞ് നമുക്ക് ഫ്രഷ്നെസ് ഫീൽ ചെയ്യുള്ളേ. അത് കഴിഞ്ഞിട്ടുള്ള എൻ്റെ ഡെയിലി റുട്ടീനാണ് കേട്ടോ ഇത്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ വെയിറ്റ് ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനുള്ള പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡാണ് കഴിക്കുന്നത് കേട്ടോ. ഇത് കൂടുതലും നട്ട്സാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതും കുക്കുംബറൊക്കെ നമുക്കറിയാം ഏറ്റവും ബെറ്റർ ആണ് നമ്മുടെ ബോഡിക്ക്. അതുപോലെ തന്നെ വാട്ടർ കൂടുതൽ കിട്ടുന്നതും ഒക്കെ അതിലാണ്. നമ്മളൊരു ഡയറ്റ് പ്ലാൻ എടുക്കുമ്പോൾ നമുക്കൊരു പ്രത്യേകമായിട്ടുള്ള ഒരു ഫുഡ് കഴിക്കണം എന്നുള്ളൊരു രീതിയുണ്ട്. അതായത് മോർണിംഗിൽ നമ്മൾ കഴിക്കേണ്ടത് വളരെ കുറച്ച് മാത്രം ഫുഡ്, അത് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കണം എന്നാണ്. അപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഗ്രീൻ പീസ് പുഴുങ്ങിയതും അതിൻ്റെ കൂടെ പനീർ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കോണുണ്ട്, കോണും പുഴുങ്ങിയെടുത്തതാണ് കേട്ടോ. ഇതെല്ലാം പുഴുങ്ങിയെടുക്കുകയാണ് നല്ലത്. നമ്മൾ മാക്സിമം ഓയിൽ യൂസ് ചെയ്യാതിരിക്കുക. അതിൻ്റെ കൂടെ ഒരു റോബസ്റ്റ പഴവും നട്ട്സുകളുടെ ഐറ്റംസിൽ ഞാൻ എടുത്തിട്ടുള്ളത് കാഷ്യൂനട്ട്, ബദാം, പിസ്ത, അതുപോലെ പംകിൻ സീഡ് എന്നിവയെല്ലാം എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ കുക്കുംബർ കട്ട് ചെയ്ത് കഴിക്കുന്നുണ്ട് കേട്ടോ. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്രയും പ്രോട്ടീൻ നൽകുന്നുണ്ട്. അത് ഇന്ന് രാവിലെ മുതൽ നമുക്ക് വൈകുന്നേരം വരെ ഇരിക്കാനുള്ള പ്രോട്ടീനും ഇതിനകത്തുനിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. അതിൻ്റെ കൂടെ ഞാൻ ഡ്രിങ്കായിട്ട് എടുത്തിട്ടുള്ളത് തലേ ദിവസം കുതിർത്ത് വെച്ചിരുന്ന ചിയാ സീഡാണ്. അത് പാലിൽ കാച്ചിയെടുത്ത പാലിൽ ചിയാ സീഡ് കുതിർത്തത് ചേർത്തിട്ട് അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് നട്ട്സും കൂടി ഇട്ടിട്ട് അതും കുടിക്കുന്നുണ്ട് കേട്ടോ. ഇനി ലഞ്ചിന് കഴിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒരു സ്പൂണ് ചോറാണ് കഴിക്കുന്നത്. ചോറ് ഒട്ടും കഴിക്കാണ്ടിരിക്കാനും പാടില്ല. കാരണം നമുക്ക് കാർബോഹൈഡ്രേറ്റ് കിട്ടുകയും വേണമല്ലോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ചോറെടുക്കുക, കൂടുതൽ കറികൾ എടുക്കുക. ഇങ്ങനെയാണ് കഴിക്കുന്നത്. രാത്രിയിൽ ഞാൻ ശരിക്കും ഡയറ്റാണ് നോക്കുന്നത്. ഒരു റോബസ്റ്റ പഴവും 2 മുട്ടയുമാണ് കേട്ടോ കഴിക്കുന്നത്. നൈറ്റ് ഞാൻ നല്ല രീതിയിലുള്ള ഡയറ്റാണ് നോക്കുന്നത്. പിന്നെ മോർണിംഗിൽ ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ വെയിറ്റ് ലോസ് ആവുകയും ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഞാൻ ജിമ്മിലേക്കും പോകുന്നുണ്ട് കേട്ടോ. ജിമ്മിൽ പോയി നമ്മൾ വർക്കൗട്ടും ഈ ഡയറ്റും കൂടി ആവുമ്പോൾ തന്നെ നമ്മുടെ വെയിറ്റ് മാക്സിമം ലോസ് ആവും. അപ്പം നിങ്ങൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എൻ്റെ ഒരു ആരോഗ്യസ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വെയിറ്റ് ഗെയിൻ ആവുന്ന ഒരാളാണ് ഞാൻ കേട്ടോ. അതുകൊണ്ട് തന്നെ കറക്റ്റായിട്ട് തന്നെ ഡയറ്റ് എടുക്കാറുണ്ട്. 5 തവണ സ്റ്റെപ്പ് കയറും കേട്ടോ. അത് കഴിഞ്ഞ് ജിമ്മിലേക്ക് പോകും. ജിമ്മിൽ പോയി വർക്കൗട്ട് എല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോഴാണ് നല്ല രീതിയിൽ ഫ്രഷ്നെസ് നമുക്ക് തോന്നുന്നത് കേട്ടോ. എല്ലാ ദിവസവും ഞാൻ വൈകുന്നേരമാണ് ജിമ്മിലേക്ക് പോകുന്നത് കേട്ടോ. രാവിലെ ഒന്നും സമയം കിട്ടാറില്ല. കാരണം മക്കളെ സ്കൂളിലൊക്കെ വിട്ട് എല്ലാ പരിപാടികളൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ തന്നെ ഒരുപാട് ലേറ്റ് ആവും കേട്ടോ. അന്നേരം പിന്നെ ഒന്നിനും സമയം കിട്ടാറില്ല. വീട്ടിൽ നിന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ കേട്ടോ ജിമ്മിലേക്ക് വരാനായിട്ട്. ഞാൻ വന്നപ്പോൾ തന്നെ ജിമ്മ് ഫുള്ളായിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നാലും കുറച്ച് നേരം ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ ഒട്ടും തന്നെ സമയം കളയാതെ തന്നെ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നേ. അരമണിക്കൂർ തന്നെ വാമപ്പിനായിട്ട് ടൈം എടുക്കാറുണ്ട് കേട്ടോ. സ്ഥിരമായിട്ട് വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റും കേട്ടോ. ഡെയിലി നമ്മൾ ചെയ്യാതിരുന്നിട്ട് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാവും. എനിക്കിപ്പോൾ കുറച്ച് നാളൊരു ഗ്യാപ്പ് എടുക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വന്നപ്പോൾ നല്ല രീതിയിലുള്ള ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ ഉണ്ടായത്. ഇവിടെ വന്നു കഴിയുമ്പോൾ എല്ലാ വേദനയും ബുദ്ധിമുട്ടുകളും നമ്മൾ മറക്കുകയാണ് കേട്ടോ. എങ്ങനെയും നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്ത് ബോഡിയും മൈൻഡും റിഫ്രഷ് ആക്കി എടുക്കുക എന്നുള്ളതാണ് ഇവിടെ വരുന്ന ഓരോരുത്തരുടെയും ലക്ഷ്യം കേട്ടോ. പിന്നെ നമ്മളെ പോലുള്ള ലേഡീസ് കുറച്ച് ടൈം മിസ്യൂസ് ചെയ്യുന്നുണ്ടോ എന്നൊരു ഡൗട്ട് ഇല്ലാതില്ല കേട്ടോ. ചെറിയൊരു കുടുംബശ്രീ അത്രയേ ഉള്ളൂ. ഇവിടെ വരുന്നവരെല്ലാം തന്നെ ഹെൽപ്പ് മെന്റാലിറ്റിയോട് കൂടി മാത്രമാണ് മുന്നോട്ട് പോകുന്നത്. കാരണം ഒരാൾക്ക് മറ്റൊരാൾ സഹായമായിട്ട് എപ്പോഴും ഉണ്ടാവും കേട്ടോ. അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഈ ജിം ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് സ്ട്രോങ് ആവാൻ കാരണം. എനിക്ക് ഇവിടെ ഒരുപാട് നല്ല ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ. അവരുമായിട്ട് കുറച്ചു നേരം ചില്ലാവാൻ വേണ്ടിയിട്ട് കൂടിയാണ് കേട്ടോ. ഇവരൊക്കെയാണ് ഫ്രണ്ട്സ്. ട്രെയിനർ കാണാതെ ഞങ്ങൾ ഒളിച്ചു വന്ന് നിന്ന് പുറത്തു നിന്ന് ഫോട്ടോ എടുക്കുകയാണ്. ഓൾമോസ്റ്റ് 2 hours ആണ് ഞാനിവിടെ സ്പെൻഡ് ചെയ്യുന്നത് കേട്ടോ. അത് കഴിഞ്ഞ് എത്ര പെട്ടെന്ന് ആ ടൈം പോകുന്നതെന്ന് അറിയില്ല. ഓണത്തിനിടയ്ക്ക് പുട്ട് കച്ചവടം നടക്കുന്നുണ്ട്. അതിനിടയ്ക്ക് ഇതാണ് ജാക്കി. ഇവനാണ് ഞങ്ങളുടെ ഇടയ്ക്കുള്ള എനർജി ബൂസ്റ്റർ. എന്നാന്നറിയില്ല കേട്ടോ. ഇവിടെ വന്നു കഴിയുമ്പോൾ മനസ്സിനൊക്കെ ഒരു വല്ലാത്തൊരു ഫീലാണ്. കുറച്ച് മസിൽ പോസുകളും രസകരമായ നിമിഷങ്ങളുമായി ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കാൻ. ബൈ.